Hello students, 10th സ്റ്റാൻഡേർഡ് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇന്ന് നമുക്ക് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്താന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ കോൺഷ്യസ് ലെവലിന് അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ പോലും അറിയാതെ ഇപ്പം നമ്മുടെ നമ്മൾ നേരത്തെ പഠിച്ചു എന്താ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലേ, അതിൽ ബ്രെയിനും സ്പൈനൽ കോഡും ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്ന്. സോ നമുക്കും ബ്രെയിനും സ്പൈനൽ കോഡിനും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സാധനങ്ങളുണ്ട് നമ്മുടെ ബോഡിയിൽ. സോ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനാണ് നമ്മൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ 2 ടൈപ്പ് ഓഫ് സാധനങ്ങൾ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാ? സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. ഇപ്പോൾ ഈ സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും കൂടെ രണ്ടും ഒരുമിച്ചുള്ളതിനെ നമ്മൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ ഡ്യൂറിങ് സം എമർജൻസി സിറ്റുവേഷൻസ്, അതായത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പേടി, ഫീലിങ്സ്, സങ്കടം ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളെയാണ് ഇതിൽ പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് സിമ്പത്തറ്റിക് സിസ്റ്റം നോക്കാം. ഇതേണ്ടേ, ഇതാണ് സിമ്പത്തറ്റിക് സിസ്റ്റം, ഇത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഓക്കെ, സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രേത സിനിമ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കേ. അപ്പോൾ ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പ്രേതം ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു സീൻ, സ്ക്രീനിൽ ഇങ്ങനെ പ്രേതത്തിനെ കാണിക്കാൻ പോകുന്ന സീനിൽ നമ്മൾ ആദ്യം നോർമലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് പ്രേതത്തിൻ്റെ സൗണ്ടും എല്ലാം കൂടെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങനെ ഡയലേറ്റ് ആവും അല്ലേ. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കിയത് പ്യൂപ്പിൾ ഇൻ ദ ഐ ഡയലേറ്റ്സ് അല്ലേ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ദ സലൈവ ഡിക്രീസസ്. നമ്മൾ പേടിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഒരു പട്ടിയൊക്കെ ഓടിച്ചിട്ടെന്ന് ഓർത്തോ, നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുക. സോ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്ന സമയത്ത് എന്താ, തുപ്പൽ പോലും ഇറക്കാൻ കിട്ടത്തില്ല, ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ചെയ്യല്ലേ. അത് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ട്രക്കിയ എക്സ്പാൻഡ്, ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ് അല്ലേ. ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ സാധാരണ ഇരിക്കുന്ന സമയം പോലെയാണോ, ഇപ്പോൾ രാത്രി ഉറങ്ങി എണീക്കുന്ന പോലെയാണോ പേടിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത്? അല്ല. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി സ്ലോ ഡൗൺ, ഗ്ലൈക്കജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്, പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റെസ്റ്റൈൻ സ്ലോ ഡൗൺ, യൂറിനറി ബ്ലാഡർ റിഗെയിൻസ് ഇറ്റ്സ് നോർമൽ സ്റ്റേറ്റ്. ഇപ്പം പേടിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റും പെട്ടെന്നല്ലേ. പേടിച്ചൊക്കെ ഇരിക്കുന്ന താഴത്തോട്ടൊക്കെ നോക്കും, സിനിമയിലൊക്കെ കാണത്തില്ലേ, പേടിച്ചിരിക്കുന്ന സീനൊക്കെ കാണിക്കുമ്പോൾ അയാൾ താഴത്തോട്ടൊക്കെ നോക്കും. അതേപോലെ പിന്നെന്താ, പ്രൊഡക്ഷൻ ഓഫ് ദ ഹോർമോൺസ് ഇൻക്രീസസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. സോ ഇത് ഓർത്ത് നോക്കിക്കേ, ഇത് നമുക്ക് ബ്രെയിൻ കൊണ്ടോ സ്പൈനൽ കോഡ് കൊണ്ടോ നമ്മൾ വിചാരിച്ചാൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. ഇപ്പം ഡിം ലൈറ്റിലും ബ്രൈറ്റ് ലൈറ്റിലും കണ്ണിനുണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ വിചാരിച്ചിട്ടല്ല. ഡയലേറ്റ് ചെയ്യുന്നതും കോൺട്രാക്ട് ചെയ്യുന്നതും നമ്മൾ വിചാരിച്ചിട്ടല്ല. അതേപോലെ തന്നെ ട്രക്കിയ എക്സ്പാൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ പാർട്ടാണ് സിമ്പത്തറ്റിക് സിസ്റ്റം. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ സിമ്പിളാണ്. അതായത് ഇപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു സാധനം ഫുള്ള് കാണാതെ പഠിച്ചാൽ മതി, നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഇട്ട് എഴുതാൻ പറ്റും. അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, ഇനി പാരാസിമ്പത്തറ്റിക് നോക്കിക്കേ. ഇവിടെ നോക്കുവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, പ്യൂപ്പിൾ ഇൻ ദ ഐ കോൺട്രാക്ട്, അത് കോൺട്രാക്ട് ചെയ്യും. പ്രൊഡക്ഷൻ ഓഫ് ദ സലൈവ ഇൻക്രീസ് ചെയ്യും. ട്രക്കിയ കോൺട്രാക്ട് ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ്, അത്രേ ഉള്ളൂ. ഹാർട്ട് ബീറ്റ് ബിക്കംസ് നോർമൽ, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ബിക്കം നോർമൽ, ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കജൻ. അപ്പുറത്ത് ഗ്ലൈക്കജൻ ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആയിരുന്നു. അതുപോലെ തന്നെ പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റെസ്റ്റൈൻ ബിക്കം നോർമൽ, യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട്. ഓപ്പോസിറ്റാ, ശ്രദ്ധിച്ചാൽ കാണാം. പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ കുറച്ച് ഡിസോർഡേഴ്സ്, നമ്മുടെ ഡിസീസസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇത്രയും ഈ ചാപ്റ്റർ പഠിച്ചു, ഇതാണ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക്. സോ ഇത്രയും നമ്മൾ പഠിച്ചപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം ആണ് ബോഡിയുടെ ഒരു വലിയ, അതായത് ബോഡിക്ക് വലിയൊരു പങ്ക് വരുന്ന ഒരു പാർട്ടാണ് നമ്മൾ പഠിച്ചു. നെർവസ് സിസ്റ്റം ഈസ് ദ ബേസിസ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ഒരു ഹെൽത്തി നെർവസ് സിസ്റ്റം ഒരു നോർമൽ ബോഡിക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. ഈ നെർവസ് സിസ്റ്റത്തിന് ഒരു ചെറിയ ഡിസോർഡേഴ്സ് വന്നാൽ തന്നെ, ലൈക്ക് ഈവൻ മൈനർ ഡിഫക്റ്റ് ഇൻ ദ നെർവസ് സിസ്റ്റം മേ കോസ് സിവിയർ ഹെൽത്ത് പ്രോബ്ലംസ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ഇതിന് പറ്റും. സോ അങ്ങനെ കുറച്ച് ഡിസോർഡേഴ്സ് നമുക്ക് വരാം.
നമുക്ക് നോക്കാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ശ്രദ്ധിച്ചേ. ആദ്യം തന്നെ അൾഷിമേഴ്സ്. അൾഷിമേഴ്സ് എന്താ? അൾഷിമേഴ്സ് അതിൻ്റെ കോസ് നമുക്ക് ആദ്യം നോക്കാം. Accumulation of an insoluble protein in the neural tissues of the brain and neurons get destroyed. ഒരു ഇൻസോലിബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറൽ ടിഷ്യൂസിൽ, നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിൻ്റെ ടിഷ്യൂസിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ വന്നുകൊണ്ട് നമ്മുടെ ന്യൂറോൺസ് എല്ലാം ഡിസ്ട്രോയ് ആവും. ന്യൂറോൺസ് പോയാൽ പിന്നെ ഓക്കെ, നമുക്കറിയാം അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അത് ഓക്കെ, അതാണ് അൾഷിമേഴ്സ്. ഇനി അതിൻ്റെ സിംറ്റം എന്താണെന്ന് നോക്കാം. സിംറ്റം നോക്കിക്കേ. ലോസ് ഓഫ് മെമ്മറി കുറയുന്നു, ഓർമ്മശക്തി കുറയുന്നു. ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെ പേഴ്സൺസിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു? തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നു. അതുപോലെ തന്നെ ഇനേബിലിറ്റി ടു ഡു റൊട്ടീൻ വർക്ക്സ്. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നു, ലൈക്ക് ചെയ്യാൻ പറ്റാതെ ആവുന്നു. ഇതൊക്കെയാണ് നമ്മുടെ അൾഷിമേഴ്സിൻ്റെ സിംറ്റംസ്. ഓക്കെ, ഇനി അടുത്ത ഡിസീസ് ഏതാ? പാർക്കിൻസൺസ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാവുക? ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ, പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പാമിൻ, എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. ഓക്കെ, നമ്മൾ പഠിച്ചായിരുന്നു എന്താ ന്യൂറോ ട്രാൻസ്മിറ്ററിനകത്ത് ഡോപ്പാമിൻ അല്ലേ? അപ്പം നമ്മുടെ ബ്രെയിനിലെ ഡോപ്പാമിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. ഓക്കെ, അത് കുറയുന്നത് എന്തിന് കാരണമാണ്? ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിനിലെ കുറച്ച് സ്പെഷ്യലൈസ്ഡ് സെൽസിൻ്റെ ഗാംഗ്ലിയോൺസിൻ്റെ ഡിസ്ട്രക്ഷൻ, തകരാറിന് കാരണമാവുന്നു. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്താ നോക്കിക്കേ. ലോസ് ഓഫ് ബോഡി ബാലൻസ്, നമ്മുടെ ബോഡി ബാലൻസ് പോകുന്നു. അതുപോലെ തന്നെ ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസിന് നമ്മൾ വിചാരിക്കാതെയൊക്കെ നമ്മുടെ മസിൽസ്, ലൈക്ക് നമ്മളിപ്പോൾ വിചാരിക്കാത്ത രീതിയിൽ കൈകാലൊക്കെ അനങ്ങുന്നു. അതുപോലെ തന്നെ ഷിവറിങ് ഓഫ് ദ ബോഡി, ഭയങ്കര ശരീരം വിറയ്ക്കുന്നു. പ്രൊഫ്യൂസ് സലൈവേഷൻ ഇപ്പം ചിലവർക്കൊക്കെ കാണത്തില്ല ഇങ്ങനെ തുപ്പൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതേപോലെ. അത് നമ്മൾ വിചാരിക്കാതെ, ഇപ്പം നമ്മൾ തുപ്പൽ ഒഴുകണമെന്ന് നമ്മൾ അറിയാതെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ് നമ്മുടെ പാർക്കിൻസണിൻ്റെ സിംറ്റംസ്. ഇനി അടുത്ത ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് എപ്പിലെപ്സി. എപ്പിലെപ്സി എന്താ? കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിനിലെ ഇലക്ട്രിക് ചാർജസ് കണ്ടിന്യൂസ്, റെഗുലർ ആയിട്ടല്ല, അല്ലാത്ത രീതിയിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട്. ഇതിന് സിംറ്റം എന്താന്ന് നോക്കിക്കേ. എപ്പിലെപ്സി ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്കുലർ കോൺട്രാക്ഷൻ, ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്, ക്ലെൻച്ചിങ് ഓഫ് ടീത്ത് ഫോളോയിങ് വിച്ച് ദ പേഷ്യൻറ്റ് ഫോൾസ് അൺകോൺഷ്യസ്. ഇപ്പം നമ്മൾ പറയത്തില്ലേ എന്താ ഫ്രോത്തി ഡിസ്ചാർജ്, ഇങ്ങനെ അപസ്മാരം എന്ന് അസുഖം കേട്ടിട്ടുണ്ടോ? അതാണ്. ഇപ്പം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് നൊരയും പതയൊക്കെ ഇങ്ങനെ വായിന്ന് വന്നിട്ട് താഴെ വീഴുമ്പോൾ നമ്മളിങ്ങനെ ഇരുമ്പൊക്കെ താക്കോലൊക്കെ കടിക്കാൻ കൊടുക്കത്തില്ലേ, ലൈക്ക് ആ അസുഖമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഡിസീസും ഒന്നും കൂടെ നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു അൾഷിമേഴ്സ് എന്താ? അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസോലിബിൾ പ്രോട്ടീൻ. ഒരു ഇൻസോലിബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ന്യൂറോൺസ് ഡിസ്ട്രോയ് ആവുന്നു. ഓക്കെ, ഇതിൻ്റെ സിംറ്റംസ് എന്തായിരുന്നു? ലോസ് ഓഫ് മെമ്മറി, ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഇനബിലിറ്റി ടു ഡു റൊട്ടീൻ വർക്ക്സ്. അടുത്ത നമ്മൾ പറഞ്ഞത് പാർക്കിൻസൺ ആയിരുന്നു. പാർക്കിൻസന്റെ കോസസ് എന്താ? ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ, പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പാമിൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. അതിൻ്റെ സിംറ്റംസ് നോക്കിക്കേ. ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്, ഷിവറിങ് ഓഫ് ദ ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ അല്ലേ? ഇനി എപ്പിലെപ്സി എന്താ? കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. ഓക്കെ, ഇത് സിമ്പിളാണ്, നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. എപ്പിലെപ്സി ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്കുലർ കൺട്രാക്ഷൻ, ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം മൗത്ത്, ക്ലെൻച്ചിങ് ഓഫ് ടീത്ത്, പല്ല് കടിക്കുക, അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ആൻഡ് പേഷ്യൻറ്റ് ഫോൾ അൺകോൺഷ്യസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് വരുന്ന ഡിസോർഡേഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.